മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പഞ്ചായത്തിൽ ഒളിക്യാമറ വിവാദം. കോഴിക്കോട് മാവൂർ പഞ്ചായത്ത് ഓഫീസിൽ ഒളിക്യാമറ വിവാദം. ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനാണ് ക്യാമറ സ്ഥാപിച്ചത്. 2 വർഷമായുള്ള ദൃശ്യങ്ങൾ ജീവനക്കാരന്റെ മൊബൈലിലുണ്ട്. വനിതാ ജീവനക്കാരാണ് ക്യാമറ വെച്ചത് കണ്ടെത്തിയത്. വിവാദമായതിന് പിന്നാലെ ക്യാമറ അഴിച്ചുമാറ്റി. പോലീസിൽ പരാതി നൽകി LDF. കൂടുതൽ ഒളിക്യാമറകൾ ഓഫീസിലുണ്ടെന്ന് സംശയിക്കുന്നതായി LDF അംഗങ്ങൾ. 100 കണക്കിന് ആളുകൾ, വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം കയറിയിറങ്ങുന്ന സ്ഥാപനമാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ആ ഓഫീസിൽ ഒരു ഒളിക്യാമറ വിവാദം ഇപ്പം പുകയാണ്. അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ ഒളിക്യാമറ വെച്ച് അവിടുത്തെ ജീവനക്കാരെ കണ്ടുപിടിച്ച അവസ്ഥ ഉണ്ടായി. ആ ജീവനക്കാരെ മാറ്റി നിർത്തുന്നതിലുപരിയായി ആ ആൾ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴത്തെ ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. ഇത്രത്തോളം ഗൗരവമായ ഒരു വിഷയം വന്നപ്പോൾ അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാനോ ബന്ധപ്പെട്ട മേഖലയിൽ പരാതി കൊടുക്കാനോ ഭരണസമിതി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായില്ല. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്? 2 വർഷമായിട്ടുള്ള ദൃശ്യങ്ങൾ മൊബൈലിൽ ഉണ്ടെന്ന് പറയുന്നു. ഒപ്പം ഇതെങ്ങനെയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്? ഇതിനൊപ്പം തന്നെ ഇയാളെ സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ. അതെ ശ്രുതി, 2 വർഷമായി ഈ പഞ്ചായത്ത് ഓഫീസിനകത്തെ ദൃശ്യങ്ങൾ ഒളിക്യാമറ വഴി ഈ താൽക്കാലിക ജീവനക്കാരന്റെ മൊബൈലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ഇവിടുത്തെ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് കൂടിയാണ്. അങ്ങനെ ഒരു താൽക്കാലിക ജോലിക്കാരനാണ് പഞ്ചായത്തിലെ. അപ്പോൾ അവിചാരിതമായാണ് പഞ്ചായത്ത് ജീവനക്കാരി ഈ കാര്യം കാണുന്നതും തുടർന്നവർ സെക്രട്ടറിയോട് വിവരം പറയുന്നതും. അപ്പോഴാണ് സെക്രട്ടറിയോടോ പ്രസിഡന്റിനോടോ ഭരണസമിതിയോടോ അനുമതിയോ ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു ക്യാമറ ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ഈ താൽക്കാലിക ജീവനക്കാരൻ സ്ഥാപിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായി കഴിയുന്നത്. 2 വർഷത്തെ മുഴുവൻ ദൃശ്യങ്ങളും, അതായത് ഇയാളുടെ ഒരു മുറിയുണ്ട്, ഈ മുറിക്ക് സമീപത്തായാണ് ഈ ക്യാമറ പ്രവർത്തിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇയാൾ ഇതിനൊരു ന്യായീകരണം പറയുന്നത് പല സാധനങ്ങളും തന്റെ ഈ മുറിയിൽ നിന്നൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ആര് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ക്യാമറ സ്ഥാപിച്ചു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ക്യാമറ സ്ഥാപിക്കുമ്പോൾ അതിനുവേണ്ട അനുമതി ആരുടെ ഭാഗത്തു നിന്നും ആരുടെ കയ്യിൽ നിന്നും ഇയാൾ എടുത്തിട്ടില്ല. അങ്ങനെ ആരും അറിയാതെയാണ് ഇങ്ങനെ ഒരു ക്യാമറ, ഒരു ഒളിക്യാമറ പഞ്ചായത്ത് ഓഫീസിനകത്ത് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. LDF അംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇയാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു പഞ്ചായത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഈ താൽക്കാലിക ജീവനക്കാരനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവർ മാവൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുക എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. അതേസമയം തന്നെ ഇയാളൊരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ക്യാമറകളൊക്കെ, പല ഒളി ക്യാമറകളൊക്കെ ഈ പഞ്ചായത്ത് ഓഫീസിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇയാൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയമാണ് ഈ ഓഫീസിലെ വനിതാ അംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഏതായാലും അവിചാരിതമായാണ് പഞ്ചായത്തിലെ വനിതാ ജീവനക്കാരുടെ ശ്രദ്ധയിൽ ഈ ഒളിക്യാമറ കാണുന്നതും തുടർന്നവർ സെക്രട്ടറി അറിയിക്കുന്നതും. സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഏതായാലും ക്യാമറ അവിടെ നിന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും കണ്ടല്ലോ എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെ നടത്തണം. കാരണം ഈ ഒരു ക്യാമറ മാത്രമാണോ എന്നറിയേണ്ടിയിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.